ഒരു ചെറിയ മോനുണ്ട്. അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോ ഇവനെ ഉറക്കുമ്പോ എല്ലാം ക്ലാസ്സസ് ഡെയിലി വെച്ചിട്ട് കാണും. ചെവിയിൽ വെച്ച് കേട്ട് 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 പോയാണ്. ഇപ്പൊ മോൻ എത്ര വയസ്സായി? മോനിപ്പോ 2 വയസ്സായി. അതായത് കുഞ്ഞായിരുന്നല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത്? 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ ഇട്ടുകൊണ്ടാണ് രേവതി പഠിച്ചത്. വീട്ടിലെ എക്സാം വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വാശി വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് റാങ്കിലേക്ക് എത്തണം, ഫസ്റ്റിലേക്ക് എത്തണം എന്നുള്ള ഒരു വാശി വരുമ്പോൾ കൂടുതൽ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യും. നിരന്തരം 1-ാം റാങ്കുകൾ കേരള PSC-യിൽ 1-ാം റാങ്കുകൾ സ്വന്തമാക്കുക എന്നുള്ളൊരു സ്ട്രീക്ക് സഹകാരിത പിന്നെയും കണ്ടിന്യൂ ചെയ്യണം. ഇക്കഴിഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ 695/2023 2023 കാറ്റഗറി നമ്പറിൽ 1-ാം റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള രേവതിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. രേവതി കാസർഗോഡ് സ്വദേശിയാണ്. എന്നാൽ കൂടി നമ്മളിപ്പോൾ കോഴിക്കോട് വെച്ച് മീറ്റ് ചെയ്യാണ്. കാരണം കോഴിക്കോട് വരെ സഹകാരിയുടെ ടീം വന്നു. അപ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് കോഴിക്കോട് ബീച്ചിലാണെന്നുള്ളത്. 1-ാം റാങ്കുകളൊക്കെ വെരി വെൽ പോസിബിളാണ്. നമ്മൾ കൃത്യമായി സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പോസിബിളായിട്ടുള്ള കാര്യമാണ് 1-ാം റാങ്കുകൾ. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു വ്യക്തിയെ നമുക്കത് പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റോറി പലപ്പോഴും ഞാൻ തുടക്കത്തിൽ പറയാറുണ്ടല്ലേ, നിങ്ങളെല്ലാവരും എഴുതാൻ പോകുന്ന സ്റ്റോറിയാണ്. ആ സ്റ്റോറി റിവീൽ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. അത് എഴുതേണ്ട സമയം പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഏതായിരുന്നു? ഞാൻ ബിഫാം പഠിച്ചത്. ഓക്കെ, അപ്പോൾ ബിഫാം പഠിച്ചു. അതുമായി ബന്ധപ്പെടുത്തിയ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, എഴുതിയിട്ടില്ല. അത് നോക്കുന്ന സമയത്താണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് വന്നു. ആ സമയത്ത് വരികയും ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള നോട്ടിഫിക്കേഷൻ എഴുതാൻ പറ്റുമായിരുന്നോ? എഴുതാൻ പറ്റി, എഴുതിയിട്ടില്ല. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം അറിയുന്നത് പിന്നെയാണ്. അതെങ്ങനെ അറിഞ്ഞേ? ഞാൻ ഈ ഫാർമസിസ്റ്റിന്റെ എക്സാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ എല്ലാം നോട്ടിഫിക്കേഷന്റെ കൂട്ടത്തിൽ വന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ സാറിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. ഇവിടെ എത്തി നിൽക്കുന്നു. അഡ്വൈസ് കിട്ടിയല്ലോ. അഡ്വൈസ് കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രതീക്ഷിച്ചിരിക്കുക. സഹകാരി വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പൊതുവേ നല്ല വടിയുള്ള ഒരാളാണ്. അപ്പൊ സാറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത സമയത്താണ് സ്ഥിരമായിട്ട് ക്ലാസ് പ്രോപ്പറായിട്ട് കാണാൻ തുടങ്ങിയത്. ഒരു ചെറിയ മോനുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ക്ലാസ് കാണാൻ പറ്റില്ല. അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോ ഇവനെ ഉറക്കുമ്പോ എല്ലാം ക്ലാസ്സസ് ഡെയിലി വെച്ചിട്ട് കാണും. ചെവിയിൽ വെച്ച് കേട്ട് 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 പോയാണ്. അപ്പൊ ഇപ്പൊ മോൻ എത്ര വയസ്സായി? 2 വയസ്സായി. അതായത് കുഞ്ഞായിരുന്നല്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത്? 6 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ ഇട്ടുകൊണ്ടാണ് രേവതി പഠിച്ചത്. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ എനിക്ക് ഇതുപോലെ കൊച്ചുകുഞ്ഞുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലിയുണ്ട്, ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ പഠിത്തം നടക്കുമോ ഇല്ലയോ, അല്ലേ, അവർക്കുള്ള എന്ത് സന്ദേശം കൊടുക്കാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാർ, ഒരുപാട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സമയം കണ്ടെത്തും. അത്രേ ഉള്ളൂ. അതാണ് കാര്യം. നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് കുഞ്ഞുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും അല്ലേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ക്ലാസ്, അതിനോടൊപ്പം ക്ലാസ് നമുക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് ആപ്പിൽ ഷെഡ്യൂൾ പ്രകാരം വരുന്നൊരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ട് ഈ വീക്കിലി എക്സാമിനേഷൻ എഴുതുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ? വീക്കിലി എക്സാം വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വാശി വരുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് റാങ്കിലേക്ക് എത്തണം, ഫസ്റ്റിലേക്ക് എത്തണം എന്നുള്ള ഒരു വാശി വരുമ്പോൾ കൂടുതൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 1500ഓളം കുട്ടികളോട് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് മത്സരിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ 1-ാം റാങ്ക് വാങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും 14 ജില്ലയിൽ അല്ലേ, അതിൽ ആദ്യം വരുന്ന 14 പേരായിരിക്കും 14 ജില്ലയിൽ 1-ാം റാങ്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മത്സരം നമുക്ക് പോസിബിൾ ആകണം കേട്ടോ. ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലുള്ള മത്സരം, ഒരു സ്റ്റേറ്റ് വൈഡ് മത്സരം പോസിബിൾ ആവുന്നതാണ്. പക്ഷേ വെറുതെ പറ്റത്തില്ല, പണി ചെയ്താലേ പറ്റുള്ളൂ അല്ലേ, പണി നന്നായിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. എല്ലാവർക്കും അറിയാം. പഠിച്ചവർക്കല്ല ജോലി കിട്ടുന്നത്. ആർക്കാണ് ജോലി കിട്ടുന്നത്? റിവൈസ് ചെയ്തവർക്ക് അല്ലേ. എത്രയാണ്, എത്രത്തോളം റിവൈസ് ചെയ്തു പറയാൻ പറ്റില്ല. പറ്റാവുന്ന സമയമല്ല റിവിഷന് വേണ്ടിയിട്ട് കണ്ടെത്തുക. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റിവൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അതിനോടൊപ്പം എന്ത് ചെയ്യുക, എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. വിജയിക്കുന്നത് വരെ ആദ്യം, അതായത് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്നവരെ എക്സാമിനേഷൻ എഴുതിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു മടിയും വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോഴും നിങ്ങളുടെ തലയിൽ ഇതൊരു ഡ്രീമായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഡ്രീമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടികളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഇനിയും ഇതുപോലെ കുറച്ചധികം പേരുണ്ട് സക്സസ് സ്റ്റോറീസ് നിങ്ങളോട് വരുന്നുണ്ട്.